ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കായിക പ്രേമികൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ടർഫ്, അത് ഓപ്പൺ ടർഫ്, ഇന്ന് ഇനാഗ്രേഷൻ നടക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിലാണ് ഇത് പ്ലേസ്. ഇന്ന് ഇനാഗ്രേഷനാണ് ഇവിടെ. ആലപ്പുഴ ജില്ലയിൽ ഒട്ടനവധി ടർഫുകൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു ടർഫ്, അതും ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ളൊരു വലിയ ടർഫാണ് ഈ അമ്പലപ്പുഴയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കായിക പ്രേമികൾക്ക്, പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ക്രിക്കറ്റ് പ്രേമികൾക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു വാർത്തയാണ്. കാരണം നമ്മുടെ മറ്റുള്ള ടർഫുകളിൽ പോയി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ ക്രിക്കറ്റിൻ്റെ ഒരു മനോഹാരിത നമുക്ക് നഷ്ടപ്പെടുന്നത് കാരണം ഈ ടോപ്പിൽ നമ്മൾ ബാറ്റ്സ്മാൻ അടിക്കുന്ന ബോൾ ടോപ്പിൽ ചെന്ന് തട്ടി താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥ. പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്ന ഗ്രൗണ്ടുകളെല്ലാം നഷ്ടപ്പെടുകയും അവിടെയൊക്കെ കെട്ടിടങ്ങൾ വരികയും ചെയ്തപ്പോൾ പിന്നീട് നമുക്ക് കളിക്കുവാനായിട്ട് ഗ്രൗണ്ടുകൾ ഇല്ലാതായി. പിന്നീടാണ് ടർഫ് വന്നത്. പക്ഷേ ടർഫ് ക്രിക്കറ്റിനെ ഒരു കൗണ്ടിയിലേക്ക് മാത്രമാണ് കൂടുതലും സ്വാധീനിച്ചത്. കൂടുതലും കുട്ടികൾ കൗണ്ടുകളിലേക്ക് തിരിഞ്ഞു. കാരണം ഗ്രൗണ്ടിൻ്റെ വലിപ്പമില്ലായ്മ, അതേപോലെ തന്നെ ടോപ്പിൽ നെറ്റ് തട്ടുന്നൊരു കുഴപ്പം, അങ്ങനെ എല്ലാം കൊണ്ടും അതൊരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമുക്കിപ്പോൾ ഈ ഗ്രൗണ്ട് ഓപ്പൺ ആയിരിക്കുന്നത്. വളരെ വലിയൊരു സന്തോഷമാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് എടുത്തു പറയത്തൊക്കെ ഉള്ളത്. ഇതിൻ്റെ നേതൃത്വം നൽകി ഇതിൻ്റെ മാനേജ്മെൻറ്റിന് പ്രത്യേകം നന്ദി. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗ്രൗണ്ട് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്റ്റും മറ്റ് വിവരങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ടൂർണമെൻറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് സംഘാടക സമിതിയിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ, ഈ ഗ്രൗണ്ടിൽ വന്ന ഒരു സ്വന്തമായിട്ട് ടൂർണമെൻറ്റ് നടത്തണമെങ്കിലും ഇതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഫ്ലഡ് ലൈറ്റ് ഒന്നും ഇതുവരെ ഓണാക്കിയിട്ടില്ല. ഗ്രൗണ്ടിൻ്റെ റെൻറ്റും മറ്റ് അനുബന്ധ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് തന്നെ മാനേജ്മെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സംഘാടക സമിതി ആലപ്പുഴ ജില്ലയിലെ മികച്ച 8 ടീമുകളെ ഉൾപ്പെടുത്തി ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ഫ്രീ എൻട്രി ആയിരുന്നു. അതും വളരെ വലിയൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ് നമുക്ക്. ആ ടൂർണമെൻറ്റിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. വൈകുന്നേരം 7 മണിക്കാണ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ തന്നെ മികച്ച 8 ടീമുകളെ അണിനിരത്തിക്കൊണ്ടാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നത്. ഈ ഫ്ലഡ് ലൈറ്റിൽ ക്രിക്കറ്റ് കളി കാണാനായിട്ടൊരു പ്രത്യേക രസം തന്നെയാണ്. നമ്മൾ മാത്രമല്ല, കളിക്കുന്നവരായാലും കളി കാണാൻ വന്ന് നിൽക്കുന്നവരായാലും എല്ലാവർക്കും ഒരു പ്രത്യേക ഊർജ്ജമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വെയിലില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വെയിൽ കൊള്ളുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ക്രിക്കറ്റ് കാണാനും കളിക്കുന്നവർക്കും, അവരാണെങ്കിൽ നല്ല ഊർജ്ജത്തോടെ നിന്നാണ് ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതായാലും ഫീൽഡ് ചെയ്യുന്നതായാലും. കളി കാണുവാനായിട്ട് ഉദ്ഘാടന ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാർ കളി കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ടൈം നീണ്ടു പോകുന്നത് കാരണം ഞാൻ ആ മികച്ചൊരു ബാറ്റിംഗ് പ്രകടനം നടത്തിയ ആ ഒരു ഭാഗം മാത്രമേ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നല്ല രീതിയിൽ ബോളിംഗ് പ്രകടനം നടത്തിയതും ഫീൽഡിംഗ് പ്രകടനം നടത്തിയതും ഒക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണമാണ് ഞാൻ ഇതിലേക്ക് ചുരുക്കിയത്. എങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൗണ്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. കാരണം നല്ല രീതിയിൽ മികച്ച പ്രകടനം ബാറ്റ്സ്മാൻമാർക്കൊക്കെ നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേളിൽ നെറ്റിലൊന്നും കൊള്ളാതെ തന്നെ നല്ല രീതിയിൽ ബാറ്റിംഗ് പ്രകടനം നടത്താൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ മികച്ച 8 ടീമുകളെ അണിനിരത്തിയുള്ള ഈ ടൂർണമെൻറ്റിൽ ആലപ്പുഴ കോബ്ര ടീമാണ് വിന്നറായത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.